ഹായ് ഓൾ, വെൽക്കം ടു ജേലൻ. സോ നമുക്കറിയാം നമ്മുടെ കേട്ടറ്റ് എക്സാംസ് വരാൻ പോവാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 2 സയൻസ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ സയൻസിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഫിസിക്സിന്റെ ഭാഗം, കെമിസ്ട്രിയുടെ ഭാഗം, ബയോളജിയുടെ ഭാഗം, അതുപോലെ പെഡഗോഗി, ഇത്രയും ഭാഗത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമ്മളെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും എന്താണ് ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് റെക്കറിംഗ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ നമ്മുടെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നും ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ മിശ്രിതങ്ങളും ലായനികളും എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ധാരാളമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പല വർഷങ്ങളിലായിട്ട് പല രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന മിശ്രിതങ്ങളിൽ തന്നെ വരുന്ന ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ലായനികളിലേക്ക് എത്തുമ്പോഴും ഇതേപോലെ മറ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ അവിടെയും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അതുപോലെ ലായനികളുമായി ബന്ധപ്പെട്ട് പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി എന്നിങ്ങനെയുള്ള ഭാഗങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മിശ്രിതങ്ങളും ലായനികളുമായി ബന്ധപ്പെട്ട് വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറയുന്ന കാര്യങ്ങളെ വളരെ ഈസി ആയിട്ടും ഓർത്തിരിക്കുന്ന രീതിയിലും എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് മിശ്രിതങ്ങളെ കുറിച്ചും ലായനികളെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മിശ്രിതത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഹോമോജീനസ് മിക്സ്ചേഴ്സും അതേപോലെ ഹെട്രോജീനസ് മിക്സ്ചേഴ്സും. ഓക്കെ, മിശ്രിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, രണ്ടോ അതിലധികമോ കമ്പോണന്റുകൾ ഘടകങ്ങൾ ചേരുന്നവയാണ് മിശ്രിതം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതില് ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കണം അല്ലെ. നമ്മുടെ ഘടകങ്ങൾ ആ മിശ്രിതത്തിലുള്ള ഘടകങ്ങളെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ അടങ്ങിയിരിക്കുന്ന മിശ്രിതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതം. ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഹെട്രോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം? എന്താണ് ഈ പറയുന്ന മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഘടകങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ കേട്ടറ്റ് എക്സാമുകൾക്ക് മുൻവർഷ ചോദ്യങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. അതേപോലെ അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എങ്ങനെ നമുക്ക് തരം തിരിക്കാം, എക്സാമ്പിൾസ് ഏതെല്ലാമാണ്, ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ഏതെല്ലാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ലായനികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് യഥാർത്ഥ ലായനി, കൊളോയിഡുകള്, അതേപോലെ തന്നെ സസ്പെൻഷൻ എന്നിങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതും കൂടെ ചേർത്ത് നമ്മൾ ഈ ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും എന്നതുമായി ചേർത്ത് ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനെ കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഐറ്റംസിനെ തരംതിരിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഈ ലായനിയും കൊളോയിഡും സസ്പെൻഷനും എന്താണ്, അതിന്റെ കീഴിൽ വരുന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം യഥാർത്ഥ ലായനി അല്ലെങ്കിൽ നമുക്കതിനെ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ലീനകണികകളായിരിക്കും. അതായത് ഈ ലായനിയിൽ നമുക്കറിയാം ലീനം, ലായകം എന്നിങ്ങനെയുള്ള കമ്പോണന്റുകൾ ഉണ്ട്. അപ്പൊ അതിലെ ലീനകണികകൾ, അതായത് അതില് അലിഞ്ഞു ചേർന്നിരിക്കുന്ന കണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ലീനകണികകൾ വളരെ ചെറിയതായിരിക്കും. അതായത് ഏകദേശം 1 നാനോമീറ്ററിലും താഴെയായിരിക്കും ഇതിലെ പാർട്ടിക്കിൾസിന്റെ സൈസ്. ഓക്കെ, ലീനം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ലായകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥം എന്താണോ അതിനെയാണ് ലീനം എന്ന് പറയാം. അതിന്റെ സൈസ് 1 നാനോമീറ്ററിലും താഴെയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ലായനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് ലായനികൾ. കേട്ടോ, ഇവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ലായനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലായനികളെല്ലാം തന്നെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, ഒരു ലായനിയാണോ അത് എന്തായിരിക്കും? അതൊരു ഏകാത്മക മിശ്രിതമായിരിക്കും, അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അപ്പൊ ലായനികളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് ആണ്. അതുപോലെ ലായനികളിൽ തന്നെ ഏതാണ് പല വിഭാഗത്തിൽ വരുന്ന ഖരലായനി ഉണ്ട്, ദ്രാവക ലായനി, വാതക ലായനി എന്നിങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ, അതുപോലെ ലായനികളുടെ ലേയത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഗാഢതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ആദർശ ലായനികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലായനികളിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലായനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായിരിക്കും. അതേപോലെ ലായനികളെല്ലാം എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലായനികൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ്? ഉപ്പ് ലായനി, അതായത് ഉപ്പ് നമ്മൾ ജലത്തിൽ ലയിപ്പിച്ച് ഉണ്ടാക്കുന്ന ഉപ്പ് ലായനി എന്താണ്? ഒരു ലായനിയാണ്. അതേപോലെ അതൊരു ഏകാത്മക മിശ്രിതമാണ്. അതേപോലെ തന്നെ പഞ്ചസാര ലായനി, ഉപ്പ് ലായനി പോലെ തന്നെ പഞ്ചസാര ലായനി വരും. അതേപോലെ നേർപ്പിച്ച ആസിഡുകളെല്ലാം ലായനികളാണ്. ലോഹസങ്കരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അത് ആക്ച്വലി എന്താണ്? ലോഹസങ്കരമാണ്, അല്ലെ? ഗോൾഡില് എന്താ ചേർത്തിട്ടുള്ളത്? ചെമ്പ് ചേർത്തിട്ടാണ് നമ്മൾ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലോഹസങ്കരം, അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പിച്ചള, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ധാരാളം ലോഹസങ്കരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇവയെല്ലാം ആക്ച്വലി എന്താണ്? ലായനിയാണ്. കാരണം ഇതിൽ ഉള്ള ഘടകങ്ങളെല്ലാം എല്ലായിടത്തും ഒരേപോലെയാണ്, അല്ലെങ്കിൽ ഒരേ കോമ്പോസിഷനിലാണ്, ഒരേ അനുപാതത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ലോഹസങ്കരങ്ങളെല്ലാം എന്താണ്? ലായനികളാണ്. ഓക്കെ ആണല്ലോ. അമാൽഗം എന്ന് പറഞ്ഞാല് നമ്മുടെ മെർക്കുറി, ഒരു ലോഹം മെർക്കുറിയുമായിട്ട് ചേർന്നുണ്ടാകുന്ന എന്താണ് രാസപദാർത്ഥങ്ങളെയാണ് നമ്മൾ അമാൽഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ അമാൽഗങ്ങളും എന്താണ്? ലായനിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ, ഈ പറയുന്ന ലായനികളെല്ലാം തന്നെ എന്താണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? നമ്മുടെ കൊളോയിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെ? കൊളോയിഡിന്റെ പ്രത്യേകത എന്താണ്? കണികകളുടെ വലിപ്പം. ഓക്കെ, ലീനകണിക, ലായകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ലീനകണികകളുടെ വലിപ്പം എന്ന് പറയുന്നത് ലായനിയേക്കാൾ വലുതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ലായനികളെക്കാൾ വലുതായിരിക്കും. അതുപോലെ അടുത്ത് കാണാൻ പോകുന്ന സസ്പെൻഷനേക്കാളും ചെറുതുമായിരിക്കും. ഓക്കെ, അതായത് ലായനികൾക്കും സസ്പെൻഷനുകൾക്കും ഇടയിൽ നിൽക്കുന്ന, നമ്മുടെ പാർട്ടിക്കിൾ സൈസിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ലായനികൾക്കും സസ്പെൻഷനും ഇടയിൽ നിൽക്കുന്ന കാറ്റഗറിയാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഇതിലെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ ഒക്കെ വരെയായിരിക്കും കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പാർട്ടിക്കിളുകളുടെ സൈസ് വരുന്നത്, ലീനകണികകളുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. കൊളോയിഡുകളുടെ പ്രത്യേകത ഇവ ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, കൊളോയിഡുകളുടെ പ്രത്യേകത ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓർത്തിട്ട് ഈ പോയിന്റ് മറന്നു പോകരുത്. ലായനി എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതങ്ങളായിരുന്നു, എന്നാൽ കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം തന്നെ എന്താണ്? ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, ഇനി കൊളോയിഡുകളിൽ കാണപ്പെടുന്ന പ്രഭാവമാണ് ഒരു ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്ന ഒരു പ്രഭാവം. ഓക്കെ, ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. അതെന്താണ്? കൊളോയിഡുകളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് കൊളോയിഡുകളിലൂടെ പ്രകാശപാത ദൃശ്യമാകുന്നതിനെയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗണിയൻ ചലനം, അതായത് കൊളോയിഡുകളിലുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു സിഗ്സാക് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ബ്രൗണിയൻ ചലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൊളോയിഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു കോഴ്സ് ആയിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ്, ഈ കൊളോയിഡുകളെ സംബന്ധിച്ചും ഇതേപോലെ തന്നെ ധാരാളം അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും നമുക്ക്
പഠിക്കാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ ഡിസ്പേർഷൻ മീഡിയ വരും, ഡിസ്പേർഷൻ ഫ്ലൂസ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊളോയിഡുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. കൊളോയിഡുകൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ സൈസ് യഥാർത്ഥ ലായനികളെക്കാളും കൂടുതലായിരിക്കും, എന്നാൽ സസ്പെൻഷനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇവ ഭിന്നാത്മകമാണ്. ഓക്കെ, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് കൊളോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊളോയിഡുകളുടെ ഒരു അതിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ് ഒന്ന് ടിൻഡൽ ഇഫക്റ്റും അതേപോലെ തന്നെ ബ്രൗണിയൻ ചലനം. ഈ ബ്രൗണിയൻ ചലനത്തെ സംബന്ധിച്ചെല്ലാം നമ്മുടെ കേട്ടറ്റ് എക്സാമിന് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ബ്രൗണിയൻ ചലനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളൊരു ബാച്ച് ആയിട്ടൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, ഇനി ഈ കൊളോയിഡുകൾക്ക് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഏതൊക്കെയാണ് കൊളോയിഡുകളുടെ എക്സാമ്പിൾ? ഒന്ന് മഷി, നമ്മൾ യൂസ് ചെയ്യുന്ന മഷി ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ പാല്. ഈ പാല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. പാല് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മുടെ എക്സാമുകൾക്ക് എപ്പോഴും ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും മിക്കവാറും കേസുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പാൽ എന്ന് പറയുന്നത്. അപ്പൊ പാൽ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? കൊളോയിഡ് ആണ്. ഇതൊരു ലായനിയാണോ? അല്ല, കൊളോയിഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പാല് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ മൂടൽ മഞ്ഞ്, അതേപോലെ തന്നെ പുക. മൂടൽ മഞ്ഞ്, പുക, അത് രണ്ടും ഒരുമിച്ച് ഓർത്തിരിക്കുക. രണ്ടും ഏകദേശം ഒരേപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. മൂടൽ മഞ്ഞ് പുകയും എന്താണ്? കൊളോയിഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ രക്തം. ഓക്കെ, നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡ് ആണ്. അതേപോലെ തന്നെ കഞ്ഞിവെള്ളവും എന്താണ്? ഒരു കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കൊളോയിഡിനെ സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പാർട്ടിക്കിളിന്റെ സൈസിന്റെ പ്രത്യേകത പഠിച്ചു. അതേപോലെ തന്നെ ഇത് ഭിന്നാത്മക മിശ്രിതങ്ങളാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ബ്രൗണിയൻ ചലനവും ടിൻഡൽ പ്രഭാവവും കൊളോയിഡുകളിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൊളോയിഡുകളുടെ എക്സാമ്പിൾ പാല്, മഷി, മൂടൽ മഞ്ഞ്, പുകാരക്തം, കഞ്ഞിവെള്ളം. ഓക്കെ ആണല്ലോ? കൊളോയിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഏകദേശ ഒരു ധാരണയായിട്ടുണ്ട്. ഇനി നമുക്ക് സസ്പെൻഷനെ കുറിച്ച് കൂടി പഠിക്കാം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള കണികകളാണ്. ഓക്കെ, നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള കണികകളായിരിക്കും സസ്പെൻഷനിൽ ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ 1000 നാനോമീറ്ററിനും മുകളിലായിരിക്കും സസ്പെൻഷനുകളിലെ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ഈ സസ്പെൻഷനുകൾ എന്ന് പറയുന്നതും ഏത് വിഭാഗമായിട്ട് വരും? ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച യഥാർത്ഥ ലായനികളാണ് ഏത്? ഏകാത്മക മിശ്രിതങ്ങളായിട്ട് വരുന്നത്. പിന്നീട് വരുന്ന കൊളോയിഡും അതിനുശേഷം വരുന്ന സസ്പെൻഷനും എന്താണ്? ഭിന്നാത്മകമാണ്. അതായത് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക, മാറിപ്പോകരുത് കേട്ടോ. ഇനി നമുക്ക് സസ്പെൻഷനുകൾക്ക് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ചെളിവെള്ളം. ചെളിവെള്ളം എന്താണ്? ഒരു സസ്പെൻഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത എക്സാമ്പിൾ ആണ് ചുണ്ണാമ്പ് വെള്ളം. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH2. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത്. അതേപോലെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, MgOH2. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻഷനുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ അഡീഷണൽ ആയിട്ട് സസ്പെൻഷനുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവയെ നമ്മൾ കുറച്ച് സമയം നിൽക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പാർട്ടിക്കിൾസിന്റെയും താഴെ സെറ്റിൽ ചെയ്യും, താഴെ വന്ന് അടിയും. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അഡീഷണൽ ആയിട്ട് സസ്പെൻഷനുകളെ കുറിച്ച് നമ്മൾ ഒരു ബാച്ച് ആയിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ സസ്പെൻഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് കൂടിയ കാറ്റഗറിയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇവയും ഭിന്നാത്മക മിശ്രിതങ്ങൾ തന്നെയാണ്. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ചെളിവെള്ളം, ചുണ്ണാമ്പ് വെള്ളം, മിൽക്ക് ഓഫ് മഗ്നീഷ്യം. ഓക്കെ, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ തന്നെ ചെളിവെള്ളം. ഇവയാണ് സസ്പെൻഷനുകൾക്ക് എക്സാമ്പിൾ. ഓക്കെ, സോ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങള് ഒന്ന് ഒരു ചുരുക്ക രൂപത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ ലായനി എന്ന് പറയുന്ന വിഭാഗം ഏതാണ്? ഏകാത്മക മിശ്രിതത്തില് പെടുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് എല്ലാ ലായനികളും. ഓക്കെ, ഇനി ഇതിൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിലും താഴെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, നേർപ്പിച്ച ആസിഡ്, അതേപോലെ ലോഹ
സങ്കരങ്ങൾ, ലോഹസങ്കരങ്ങളെല്ലാം തന്നെ ലായനികളുമാണ്, അതേപോലെ തന്നെ ഏകാത്മക മിശ്രിതങ്ങളുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ അമാൽഗം, ഇതും എന്താണ്, ലായനികളുമാണ്, അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഏകാത്മക മിശ്രിതമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത കാറ്റഗറി ഏതായിരുന്നു? നമ്മുടെ കൊളോയിഡ്. കൊളോയിഡ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നു? ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സർ ആണ്. കൊളോയിഡുകൾക്ക് ഉദാഹരണം ഏതാണ്? മഷി, പാൽ, മൂടൽമഞ്ഞ്, പുക, രക്തം, കഞ്ഞിവെള്ളം, ഇവയെല്ലാം കൊളോയിഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ ഭിന്നാത്മക മിശ്രിതമാണ്. അതേപോലെ അടുത്ത കാറ്റഗറി ഏതാണ്? നമ്മുടെ സസ്പെൻഷൻ ആണ്. 1000 നാനോമീറ്ററിന് മുകളിലായിരിക്കും പാർട്ടിക്കിൾ സൈസ് വരുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാ പഠിച്ചത്? ചെളിവെള്ളം, ചുണ്ണാമ്പ് വെള്ളം, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നിവ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് വന്നിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കൂ. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് എന്നാണ് ചോദ്യം. യഥാർത്ഥ ലായനി ഏതെന്ന് കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് പാല്, സോഡിയം അമാൽഗം, കഞ്ഞിവെള്ളം, ചെളിവെള്ളം. ഏതായിരിക്കും ആൻസർ? നമ്മളിതാ ഇപ്പൊ തൊട്ട് നേരത്തെ എക്സാമ്പിൾസ് ഉൾപ്പെടെ എല്ലാം പഠിച്ചതാണ്. ലായനികൾ എല്ലാം ഏകാത്മക മിശ്രിതമാണ്, കൊളോയിഡും സസ്പെൻഷനും എന്താണ്, ഭിന്നാത്മക മിശ്രിതമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഏതായിരിക്കും ഈ ഒരു ചോദ്യത്തിലെ യഥാർത്ഥ ലായനി ഏതായിരിക്കും? യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി, അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അമാൽഗങ്ങളെല്ലാം തന്നെ ലായനികളാണ്, അതുകൊണ്ട് തന്നെ ഇത് ഏകാത്മക മിശ്രിതങ്ങളാണ്. ഓക്കെ, അപ്പൊ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് ഇതില് തന്നിട്ടുള്ള അമാൽഗമായിരിക്കും. ബാക്കി പാലെന്ന് പറയുന്നത്, പാലും കഞ്ഞിവെള്ളം ഒക്കെ എന്താണ്? കൊളോയിഡ് ആണ്. പാലെന്ന് പറയുന്നത് കൊളോയിഡ് ആണ്, കഞ്ഞിവെള്ളം എന്ന് പറയുന്നതും കൊളോയിഡ് ആണ്, ചെളിവെള്ളം എന്ന് പറയുന്നത് ഒരു സസ്പെൻഷൻ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യം കേട്ടോ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഏകാത്മക മിശ്രിതം ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ് ഇതിലെ ഏകാത്മക മിശ്രിതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളത് മണലിന്റെയും പഞ്ചസാരയുടെയും മിശ്രിതം, അടുത്തത് പാല്, അടുത്തത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അടുത്ത് വന്നിരിക്കുന്നത് വിനാഗിരി. ഏതായിരിക്കും ഇതിലെ ഏകാത്മക മിശ്രിതം? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വിനാഗിരി. വിനാഗിരിയാണ് ഇവിടത്തെ ഏകാത്മക മിശ്രിതം. ഇവിടെ നോക്കിക്കേ, മണലിന്റെയും പഞ്ചസാരയുടെയും മിശ്രിതം. നമുക്കറിയാം, നമ്മൾ കുറച്ച് മണലും പഞ്ചസാരയും എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഏകാത്മക മിശ്രിതമായിരിക്കും? അല്ല, ഒരേപോലെ ആയിരിക്കില്ല കോമ്പോസിഷൻ വരുന്നത്, അല്ലെ? മണലിന്റെയും പഞ്ചസാരയുടെയും അളവ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് ഇതൊരു ഹെറ്ററോജീനസ് മിക്സ്ചർ ആണ്. ഹെറ്ററോജീനസ് മിക്സ്ചർ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. മണലിന്റെയും പഞ്ചസാരയുടെയും അളവ് ഈ മിശ്രിതത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല വരുന്നത്, അളവ് വ്യത്യാസമുണ്ടായിരിക്കും. ചില ഏരിയകളിൽ, ചില ഭാഗങ്ങളിൽ മണലിന്റെ അളവ് കൂടിയിരിക്കും, ചില ഭാഗങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിരിക്കും. ഓക്കെ, ഒരേപോലെ ഒരിക്കലും വരുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഹെറ്ററോജീനസ് മിക്സ്ചർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി പാല്. പാല് ഒരു ഏകാത്മക മിശ്രിതമാണ്. നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പാല് ഏകാത്മക മിശ്രിതമാണെന്നൊക്കെ തോന്നും. പക്ഷെ പാലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാലെന്ന് പറയുന്നത് എന്താണ്? ഒരു കൊളോയിഡ് ആണ്, അല്ലെ? പാലൊരു കൊളോയിഡ് അല്ലേ? പാല് ഒരു കൊളോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ കൊളോയിഡ് എന്ന് പറയുന്ന വിഭാഗം എല്ലാം എന്താണ്? ഹെറ്ററോജീനസിലാണ് വരുന്നത്. ഹെറ്ററോജീനസ് മിക്സ്ചർ ആണ്. ഹെറ്ററോജീനസ് മിക്സ്ചർ ആണ് പാലെന്ന് പറയുന്നത്. കാരണം എന്താണ്? അതൊരു കൊളോയിഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മിൽക്ക് ഓഫ് മഗ്നീഷ്യ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ നമ്മൾ പഠിച്ചു, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതെന്താണ്? ഇത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഇതൊരു സസ്പെൻഷൻ ആണ്, അല്ലെ? സസ്പെൻഷൻ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻസ് എല്ലാം എന്താണ്? ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് ആണ്. ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് ആണ്, അല്ലെ? നമ്മളിവിടെ പഠിച്ചതാണ്. ഇനി നമ്മുടെ വിനാഗിരി. വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? വിനാഗിരി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡിന്റെ നേർപ്പിച്ച രൂപമാണ്. ഓക്കെ, അസറ്റിക് ആസിഡ് തന്നെ വളരെ ഗാഢത കുറഞ്ഞ അല്ലെങ്കിൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അതായത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയുന്നത്. ഡൈല്യൂട്ടഡ് അസറ്റിക് ആസിഡ്. ഓക്കെ, അതായത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആണ് ഇതിന്റെ ഫോർമുല വരുന്നത്.
കേട്ടോ. CH3COH എന്നാണ് അസറ്റിക് ആസിഡിന്റെ ഫോർമുല. അതിന്റെ ഡൈല്യൂട്ട് വളരെ നേർപ്പിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് ഉണ്ടാക്കുന്ന ഈ അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിനാഗിരിയിൽ അസറ്റിക് ആസിഡിന്റെ അളവ് അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിളിൽ പഠിച്ചു അല്ലെ. ഇതാ ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, നേർപ്പിച്ച ആസിഡ് എല്ലാം ഏത് കാറ്റഗറിയാ വരുന്നത്? യഥാർത്ഥ ലായനിയാണ്. അതുകൊണ്ട് തന്നെ അത് ലായനികളെല്ലാം ഏകാത്മക മിശ്രിതമാണ്. മനസ്സിലായോ? അതുപോലെ പാല് ഇതാ കൊളോയിഡ് ആണ്, ഭിന്നാത്മകമാണ്. ദെൻ നമ്മുടെ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ സസ്പെൻഷൻ ആണ്, ഭിന്നാത്മകമാണ്. അതുപോലെ മണലിന്റെയും പഞ്ചസാരയും മിശ്രിതം ഒരിക്കലും ഏകാത്മകമായിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ളതില് നേർപ്പിച്ച ആസിഡ് ഉണ്ട്. നേർപ്പിച്ച ആസിഡ് അതായത് വിനാഗിരി, അതെന്ന് പറയുന്നത് ഒരു ലായനിയാണ്. അതുകൊണ്ട് തന്നെ അത് ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസും അതിലെ എക്സാമ്പിൾസും ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് മനസ്സിലായി ഏതാണ് ആൻസർ വരുന്നത്. ഇവിടെ വിനാഗിരി ആയിരിക്കും ഏകാത്മക മിശ്രിതമായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഇത് ഹെട്രോജീനസ് ആണ്. പാല് കൊളോയിഡ് ആണ്, അതുകൊണ്ട് ഹെട്രോജീനസ് ആണ്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ സസ്പെൻഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതൊരു ഭിന്നാത്മക മിശ്രിതമാണ്. ഏകാത്മകമായിട്ട് വരുന്നത് വിനാഗിരിയാണ്, കാരണം അത് ഡൈല്യൂട്ട് ആയിട്ടുള്ളൊരു ആസിഡ് ആണ്. ക്ലിയർ? അപ്പോൾ സബ്സ്റ്റൻസുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഏകദേശ ഒരു ധാരണയും നമ്മുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവും ഏതെല്ലാം സബ്സ്റ്റൻസുകള് ഏതെല്ലാം കാറ്റഗറിയുടെ കീഴിൽ വരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഭിന്നാത്മക മിശ്രിതം ഏത്? ഓക്കെ, ഇതെല്ലാം നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പല തവണ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതില് ഭിന്നാത്മകമായിട്ടുള്ള മിശ്രിതം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഏകാത്മകം അല്ല, ഭിന്നാത്മകമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പഞ്ചസാരയുടെ ജലീയ ലായനി. അടുത്ത ഓപ്ഷൻ വായു. ദെൻ അടുത്ത ഓപ്ഷൻ തുരിശിന്റെ ജലീയ ലായനി. അടുത്ത ഓപ്ഷൻ വരുന്നത് പാല്. ഓക്കെ, ഏതായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, പാലാണ്. ഭിന്നാത്മകമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഭിന്നാത്മക മിശ്രിതം ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് പാലാണ് കേട്ടോ. പാലാണ് ഇവിടെ ഭിന്നാത്മക മിശ്രിതം. ഇവിടെ നോക്കിക്കേ, മറ്റു ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ജലീയ ലായനി, അതെന്താണ്? അതൊരു ലായനിയാണ് അല്ലെ. പഞ്ചസാര നമ്മൾ ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ നമ്മൾ ലയിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കി നമ്മൾ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താലും ഒരേപോലെ ആയിരിക്കും. അത് ഇവിടെ ഓർത്തിരിക്കുക, ഇത് എന്താണ്, സാച്ചുറേറ്റഡ് ആവാൻ പാടില്ല. പൂരിതമായിട്ട് അല്ലെങ്കിൽ അതിപൂരിതമായിട്ടുള്ള ലായനികളുടെ കേസിലല്ല പറയുന്നത്. കമ്പാരിറ്റീവ്ലി കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്ന ലായനികളുടെ കേസിലാണ് ഇത് ശരിയായിട്ട് വരിക കേട്ടോ. പഞ്ചസാരയുടെ ജലീയ ലായനി എന്ന് പറയുന്നത് ഒരു ലായനിയാണ്. ലായനി ആയതുകൊണ്ട് തന്നെ ഇത് ഹോമോജീനസ് ആണ്. ഹോമോജീനസ് ആയിട്ടുള്ളൊരു മിക്സ്ചർ ആണ്. ഇനി വായു. വായു എന്ന് പറയുന്നത് ഹോമോജീനസ് മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ ഏകാത്മകമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ്. ഇതെന്ന് പറയുന്നതും എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതമാണ്. കാരണം വായു എന്ന് പറഞ്ഞാൽ വായുവിൽ എന്താ ഉള്ളത്? വായുവിൽ ധാരാളം ഗ്യാസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് ധാരാളം വാതകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതലുള്ളത് ഏതാ? നൈട്രജൻ ആണെന്ന് നമുക്കറിയാം. രണ്ടാം സ്ഥാനത്തുള്ള വാതകം ഏതാണ്? ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. അതിനുശേഷം മറ്റ് ധാരാളം വാതകങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, ആർഗൺ വരുന്നുണ്ട്, അങ്ങനെ ധാരാളം മറ്റ് കമ്പോണന്റുകളും വരുന്നുണ്ട്. അപ്പൊ ഈ കമ്പോണന്റുകളല്ലേ, ഈ വാതകങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വാതകങ്ങൾ എപ്പോഴും ഡിഫ്യൂസ് ചെയ്യും, പരസ്പരം കലരും അല്ലെ. അപ്പൊ വായു എന്ന് പറഞ്ഞാല് ഈ പറയുന്ന വാതകങ്ങൾ, അതായത് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ മുതലായ വാതകങ്ങൾ, അതുപോലെ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും. ഇവയെല്ലാം ഒരേ അളവില് മിക്സ് ചെയ്തിരിക്കുന്നതായിട്ടാണ് വായുവിനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ വായു എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ, വായുവിനെ ഒരു ഏകാത്മക മിശ്രിതമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളെല്ലാം ഒരേ അളവിൽ കൂടിക്കലർന്നിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വായുവില് ഉള്ള ഈ പറയുന്ന ഗ്യാസുകളുടെ കോമ്പോസിഷൻ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അല്ലെ. 78% നൈട്രജൻ ഉണ്ട്, അതുപോലെ 21% ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എല്ലായിടത്തും ഒരേപോലെയാണ് ഇവ ലയിച്ചു ചേർന്നിരിക്കുന്നത്.
സോ വായു എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ്. ഇനി അടുത്ത നോക്കിക്കേ, തുരിശിന്റെ ജലീയ ലായനി. തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ്, തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിന്റെ ലായനി, അപ്പൊ ഇതിൽ പേരിൽ തന്നെ ഉണ്ട് അതൊരു ലായനിയാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും അത് ലയിച്ചു ചേരുന്നത്. അല്ലെങ്കിൽ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഇതിന്റെ അളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്നത്, കോപ്പർ സൾഫേറ്റിന്റെയും ജലത്തിന്റെയും അനുപാതം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ തുരിശിന്റെ ജലീയ ലായനി അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലായനിയാണ്. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതമായിട്ടാണ് വരിക. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, പാല് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, പാലൊരു കൊളോയിഡ് ആണ് കണ്ടോ. ഇതാണ് മിസ് ആദ്യം പറഞ്ഞത്. ഈ പാലെന്ന് പറയുന്നത് ഒരുപാട് തവണ എക്സാമ്പിളുകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പാല്. പാലിനെ കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കുക, പാലെന്ന് പറയുന്നത് ഒരു കൊളോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഭിന്നാത്മക മിശ്രിതമാണ്. ഭിന്നാത്മകം അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ ഭിന്നാത്മക മിശ്രിതം ഏത്? ഇവിടെ കൊളോയിഡ് ആയിട്ടുള്ള പാലാണ് നമ്മുടെ ആൻസർ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാരയുടെ ലായനി, അതൊരു ലായനിയാണ്. ലായനികളെല്ലാം ഏകാത്മക മിശ്രിതമാണ്. വായു എന്ന് പറഞ്ഞാൽ വിവിധ തരം വാതകങ്ങൾ ഒരേ അളവിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു ഏകാത്മക മിശ്രിതമാണ് വായു. അതുപോലെ തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, അതിന്റെ ലായനി. അതെന്ന് പറയുമ്പോഴും അത് ലായനിയാണ്. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും കോമ്പോസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകാത്മക മിശ്രിതമാണ്. പാലിന്റെ കേസ് വരുമ്പോൾ പാലൊരു കൊളോയിഡ് ആണ്. കൊളോയിഡുകളെല്ലാം ഭിന്നാത്മകമാണ്. ക്ലിയർ. സോ ആൻസർ നമുക്കിവിടെ പാല് എന്ന് കിട്ടും. എങ്ങനെയാണ് ആൻസർ കണ്ടെത്തുന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏകാത്മക മിശ്രിതം ഏത്? കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ഇതെല്ലാം കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര വർഷങ്ങളിലായിട്ട് ഒരേ പാറ്റേണിലുള്ള ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ എക്സാമ്പിൾസും ആണ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കാം. ഓരോ ക്ലാസിഫിക്കേഷന്റെയും കീഴിൽ വരുന്ന സബ്സ്റ്റൻസുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എക്സാമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, സോ നോക്കിക്കേ, ഇവിടെ ഏകാത്മക മിശ്രിതമാണ് ചോദ്യം കേട്ടോ. പാലുണ്ട്, ദെൻ ഓപ്ഷൻ ബി മണ്ണ്, അതേപോലെ തന്നെ സ്റ്റാർച്ച് സോള്, അതേപോലെ തന്നെ ബ്രൈൻ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പാല് ഏകാത്മകമാണോ? അല്ല. പാല് നമ്മൾ ഓൾറെഡി പഠിച്ചു, കൊളോയിഡ് ആണ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ അത് ഭിന്നാത്മകമായിട്ടേ വരുള്ളൂ. ഭിന്നാത്മക മിശ്രിതമാണ്. മണ്ണ് ഒരു ഏകാത്മക മിശ്രിതമാണോ? മണ്ണിൽ ധാരാളം വസ്തുക്കളുണ്ട്. അതെല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. പല സ്ഥലങ്ങളിലും ഇതിന്റെ അളവ് വ്യത്യാസപ്പെടാം. ഓക്കെ, അതുകൊണ്ട് മണ്ണെന്ന് പറയുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. ഇനി സ്റ്റാർച്ച് സോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിന്റെ കേസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. അത് ഏത് കാറ്റഗറിയിലാണ് വരെ? ഇതൊരു കൊളോയിഡ് അല്ലേ? സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ കൊളോയിഡ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഭിന്നാത്മക മിശ്രിതമായിട്ടാണ് വരാം. അടുത്ത് നോക്കിക്കേ, ബ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർക്ക് അറിയാൻ പറ്റും, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എന്താണ് ബ്രൈൻ എന്ന് പറയുന്നത്? NaClന്റെ സൊല്യൂഷൻ ആണ് കേട്ടോ. NaCl സൊല്യൂഷൻ, അതായത് NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉപ്പ്. അത് ഉപ്പ് ലായനി തന്നെയാണ് ബ്രൈൻ എന്ന് പറയുന്നത്. ഉപ്പ് ലായനി. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് ലായനിയാണ് ബ്രൈൻ എന്ന് പറയുന്നത്. വേറൊരു പേരിൽ പറയുന്നേ ഉള്ളൂ. ബ്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് ലായനിയാണ്, അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ. അപ്പൊ നമുക്കറിയാം ലായനിയാണല്ലോ, ഉപ്പ് ലായനി. അത് ലായനിയാണ്. ലായനി ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഇത് ഏകാത്മക മിശ്രിതമാണ് അല്ലെ? ഏകാത്മക മിശ്രിതമാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ബ്രൈൻ ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ബ്രൈൻ ആണ് നമ്മുടെ ആൻസർ. തന്നിട്ടുള്ളതിൽ ഏകാത്മക മിശ്രിതം ഇവിടെ ബ്രൈൻ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ബാക്കി നമ്മുടെ പാല് കൊളോയിഡ് ആണ്. അതുപോലെ മണ്ണെന്ന് പറയുന്നത് ഭിന്നാത്മകമായിട്ടാണ് വരുന്നത്. അതുപോലെ സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്നതും ഭിന്നാത്മക മിശ്രിതം തന്നെയാണ്. ബ്രൈൻ ആണ്, അതായത് ഉപ്പ് ലായനിയാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ഏകാത്മക മിശ്രിതം. അതായത് എല്ലായിടത്തും കോമ്പോസിഷൻ ഒരേപോലെ കാണപ്പെടുന്നത് ബ്രൈനിലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട്
ചോദിക്കുന്നതായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം ഇതാണ്, ഏകാത്മക മിശ്രിതം അല്ലാത്തത് ഏത്? പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ കുറച്ച് ഐറ്റംസ് തന്നിട്ട് ഇതിൽ ഏകാത്മകം ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതിൽ ഭിന്നാത്മകമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കും. ഈ ഒരു ചോദ്യം എന്താണ്, ഏകാത്മകം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് ചാടി കയറി ആൻസർ ചെയ്യരുത്, ഒന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, അതും കൂടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏകാത്മക മിശ്രിതം അല്ലാത്തത്, അതായത് ഭിന്നാത്മകമായത് ഏത്? ഭിന്നാത്മകമായത് ഏത് എന്നുള്ളത് വേറൊരു രീതിയിൽ ചോദിച്ചു. ഏകാത്മകം അല്ലാത്തത് ഏത്? അപ്പൊ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ഓപ്ഷൻസ് വന്നിട്ടുള്ളത് പിച്ചള, പാൽ, NaClന്റെ ജലീയ ലായനി, N2CO2 എന്നിവയുടെ മിശ്രിതം. ഏതായിരിക്കും? ഏകാത്മകം അല്ലാത്തതാണ് ചോദ്യം, അതായത് ഭിന്നാത്മകം ഏത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, പാലാണ് ഇവിടെ ആൻസർ വരിക അല്ലെ. പാൽ എന്താണ്? ഒരു കൊളോയിഡ് ആണ്. കൊളോയിഡ് ആയതുകൊണ്ട് ഇത് ഭിന്നാത്മകമാണ് അല്ലെ, ഭിന്നാത്മക മിശ്രിതമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതാണ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. പിച്ചള, പിച്ചള എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ലോഹസങ്കരമല്ലേ? പിച്ചള എന്ന് പറഞ്ഞാൽ ലോഹസങ്കരം അല്ലെങ്കിൽ മെറ്റൽസിന്റെ അലോയ് ആണ്. എന്താണ്, മെറ്റൽസ് തമ്മിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അലോയ് ആണ്, അല്ലെങ്കിൽ ലോഹസങ്കരമാണ് പിച്ചള അല്ലെ. ലോഹ സങ്കരം, നമ്മൾ ബ്രാസും ബ്രോൺസും അങ്ങനെ ധാരാളം അലോയ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു ലോഹസങ്കരമാണ് പിച്ചള എന്ന് പറയുന്നത്. ലോഹസങ്കരങ്ങളെല്ലാം ഏത് വിഭാഗത്തിലാ? ലായനിയാണ്. ലോഹസങ്കരങ്ങളെല്ലാം ലായനികളാണ് അല്ലെ. സോ ഓൾറെഡി ആദ്യം പറഞ്ഞപ്പോ നമ്മുടെ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഗോൾഡ്, അതെന്താണ്? ഒരു ലോഹസങ്കരമാണ്. അതുപോലെ എല്ലാ ലോഹസങ്കരങ്ങളും ലായനികളാണ്, കാരണം അതിലെ കോമ്പോസിഷൻ ഒരേപോലെ ആയിരിക്കും. എവിടെ നമ്മൾ ഏത് ഭാഗം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവ് ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് അവയെല്ലാം ലായനിയാണ്. ലായനിയാണെങ്കിൽ എന്തായിരിക്കും? ഏകാത്മകമായിരിക്കും. ലായനിയാണെങ്കിൽ ഏകാത്മക മിശ്രിതമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി NaClന്റെ ജലീയ ലായനി, again നമുക്കറിയാം ഉപ്പ് ലായനി. NaCl എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ഉപ്പ് ലായനി എന്ന് പറഞ്ഞാൽ ഒരു ലായനിയാണ്. ലായനി ആയതുകൊണ്ട് തന്നെ അത് ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതമാണ്. ഇനി N2CO2, അതായത് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ മിശ്രിതം. അതായത് ഇത് രണ്ടും എന്താണ്? ഗ്യാസ് ആണ് അല്ലെ. രണ്ടും ഗ്യാസ് അല്ലേ, നൈട്രജനും CO2, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന രണ്ടും ഗ്യാസ് ആണ്. ഈ ഗ്യാസുകൾ നമ്മൾ എടുത്താൽ എന്താ സംഭവിക്കുക? അത് തമ്മിൽ മിക്സ് ചെയ്യും അല്ലെ. ഗ്യാസുകൾ മിക്സ് ആവും. മിക്സ് ആയി കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും ഇരിക്കുക, അതിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരേപോലെ ആയിരിക്കും എല്ലായിടത്തും മിക്സ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും എന്താണ്? ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് നമുക്ക് പറയാം. ഏകാത്മക മിശ്രിതമാണെന്ന് പറയാം. ഇനി പാലിന്റെ കേസ് എടുത്താൽ നമ്മൾ പറഞ്ഞു പാലൊരു കൊളോയിഡ് ആണ്. കൊളോയിഡ് ഏകാത്മക മിശ്രിതമാകുമോ? ഇല്ല. കൊളോയിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഭിന്നാത്മക മിശ്രിതങ്ങളായിരുന്നു കൊളോയിഡുകൾ. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതില് ഏകാത്മകം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, പാലാണ് ആൻസർ. ഏകാത്മകം അല്ലാതെ വരുന്നത് കൊളോയിഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതമായിരിക്കുന്ന പാലാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ക്ലിയർ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മൾ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് പല രീതിയിൽ ഒരേ ടോപ്പിക് തന്നെയാണ്. ഏകാത്മകം മിശ്രിതം ഏതാണ്, ഭിന്നാത്മക മിശ്രിതം ഏതാണ്, അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം അല്ലാത്തത് ഏതാണ്. ഇനി വേണമെങ്കിൽ ചോദിക്കാം ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് എന്നിട്ട് ഭിന്നാത്മക മിശ്രിതം അല്ലാത്തത് ഏത്, അങ്ങനെ വേണമെങ്കിൽ ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ ഇത്തരത്തിൽ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇത്രയധികം ക്വസ്റ്റ്യൻസ് കിട്ടി. ഇതെല്ലാം എന്താണ്? കേട്ടറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മള് മിശ്രിതങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടു. അതേപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ അല്ലെ, ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ. ഇതിന്റെ ക്ലാസിഫിക്കേഷനും എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് മനസ്സിലായി. ഓരോന്നിന്റെയും കീഴിൽ വരുന്ന വിഭാഗം അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് എങ്ങനെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലേക്ക് എത്താം എന്നും മനസ്സിലായി അല്ലെ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ലായനികളും മിശ്രിതങ്ങളും എന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള മോർ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ JLearn അക്കാഡമിയിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള
അതും വിവിധ കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സബ്ജക്റ്റുകളിലുള്ള ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ അടങ്ങിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നമുക്ക് എക്സാമിനെ നേരിടാനായിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ആശംസകൾ നേരുന്നു. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.